അനിയൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങെത്തി കേട്ടോ. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് കഥകൾ കാണും. അപ്പോൾ പിണങ്ങിപ്പോയവരൊക്കെ വേഗം വായോ കേട്ടോ. അപ്പം നമുക്ക് താമസിക്കാതെ തന്നെ കഥയിലേക്ക് കടക്കാം. മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 5. ചുമ്മാ വേഗം വാടാ. നേരത്തും കാലത്തും ഓഫീസിൽ ചെന്നില്ലെങ്കിൽ അനന്തരവളാണെന്നോ അനിയൻ്റെ മോനാണെന്നോ ഒന്നും മേലെടുത്ത് ദേവരാജൻ നോക്കില്ല. ഹാഫ് ഡേ സാലറി അങ്ങ് കട്ടാക്കി കളയും ദുട്ടൻ. പങ്കു അതും പറഞ്ഞുകൊണ്ട് ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നത്. എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ചെക്കൻ. വൈറ്റ് കളർ ഷർട്ടും ഡെനിം ബ്ലൂ പാൻറ്റും ആയിരുന്നു അവൻ്റെ വേഷം. മുടി ജെല്ല് ഉപയോഗിച്ച് ഒരു വശത്തേക്ക് ചീവി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഒരു അൾട്രാ 2-ൻ്റെ ആപ്പിൾ വാച്ചും റാൽഫ് ലോറിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസ് ഷൂ ഒഴിച്ചാൽ ചെക്കന് വലിയ ആർഭാടമൊന്നും തന്നെ കാണാൻ കഴിയില്ലായിരുന്നു. അവൻ നേരെ പാർക്കിങ്ങിൽ ചെന്ന് ബുള്ളറ്റ് എടുത്ത് ഇരമ്പിപ്പിച്ചു. കിടന്ന് കാറാതെ വരുവാടാ. കയ്യിലിരുന്ന സാച്ചൽ ബാഗിൽ എന്തോ തപ്പിക്കൊണ്ട് ചുമ്മാ ഓടിപ്പാഞ്ഞു എന്ന് പങ്കുവിൻ്റെ പിന്നിലായി കയറിയിരുന്നു. സ്കൈ ബ്ലൂ കളറിലുള്ള സ്ലീവ്ലെസ് ഷോർട്ട് ടോപ്പും ഷെയ്ഡഡ് ബ്ലൂവിൽ സ്ട്രൈപ്ഡ് ലോങ് ട്രൗസേഴ്സും ആയിരുന്നു പെണ്ണിൻ്റെ വേഷം. ഷോൾഡർ വരെ നീളമുള്ള ലെയർ കട്ട് ചെയ്തിട്ടിരിക്കുന്ന അവളുടെ ഇടതൂർന്ന മുടി വെറുതെ അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. നെറ്റിയുടെ നടുവിലായി വെട്ടിയിട്ടിരിക്കുന്ന ബൺസ് അവളെ ഒരു പാവക്കുട്ടിയെ പോലെ തോന്നിപ്പിച്ചു. വെളുത്ത് സുന്ദരമായ ആ മുഖത്ത് ലിപ് ബാം അല്ലാതെ മറ്റൊരു ഒരുക്കവും ഇല്ലായിരുന്നു താനും. പോവാണേ. അപ്പോഴേക്കും ചെക്കൻ വണ്ടി മുന്നോട്ടേക്ക് എടുത്തിരുന്നു. എടി, ദേവം വലിച്ച് ഇറങ്ങുന്ന നീ കണ്ടായിരുന്നോ? ഓഫീസിലേക്ക് പായുന്നതിനിടയിൽ പങ്കു അവളെ തലചിരിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലടാ, ഇന്ന് അച്ചുവേട്ടനും അനുവേട്ടനും കൂടി ഒരുമിച്ച് പോകുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അവൾ പങ്കുവിൻ്റെ തോളിലേക്ക് ചാരി കിടന്നു. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ അവർ ഓഫീസിന് മുൻപിൽ എത്തിയിരുന്നു. മേലിടത്ത് ഗ്രൂപ്പ്സ് എന്നെഴുതിയ വലിയ ഭീമാകാരമായ ഗേറ്റിനെയും കടന്ന് അവരുടെ വണ്ടി കുടുകുടാ ശബ്ദവും ഉണ്ടാക്കി ഒരു പടക്കുതിരയെ പോലെ അകത്തേക്ക് കുതിച്ചു. ഏകദേശം 3-4 ഏക്കറിൽ കിടക്കുന്ന ഓഫീസ് സമുച്ചയങ്ങളാണ് അവ. മേലിടത്തെ എല്ലാ കമ്പനികളുടെയും മെയിൻ ഓഫീസുകൾ ഇവിടെയാണ് ഉള്ളത്. അകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ബ്ലോക്കിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവർ ഇരുവരും മെയിൻ ബ്ലോക്കിലേക്ക് നടന്നു. ഹായ് പങ്കു. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി 4-ാം നിലയിലുള്ള തങ്ങളുടെ ക്യാബിനിലേക്ക് നടക്കുമ്പോഴാണ് അർച്ചന അവർക്കെതിരായി വന്നത്. അവരുടെ തന്നെ ഓഫീസിലെ സ്റ്റാഫാണ് അർച്ചന. പങ്കുവിൻ്റെയും ചുമ്മുവിൻ്റെയും തൊട്ടടുത്ത ഓപ്പൺ ക്യൂബിലാണ് അർച്ചനയുടെയും സീറ്റ്. ആദ്യം തൊട്ടേ അർച്ചനയ്ക്ക് പങ്കുവിനെ നോട്ടം ഉണ്ടായിരുന്നിട്ടും രാഗിയോടുള്ള പ്രണയത്തിൽ മുങ്ങിപ്പോയതിനാൽ അർച്ചനയെ അവനൊന്ന് നോക്കുക പോലും ഇല്ലായിരുന്നു. പക്ഷെ അന്നും ചുമ്മുവിന് അർച്ചനെ വലിയ കാര്യമായിരുന്നു. രാഗിയെ വിട്ടിട്ട് അർച്ചനയെ നോക്കാൻ അവൾ എന്നും തൻ്റെ തുമ്മനോട് പറയുകയും ചെയ്യായിരുന്നു. അർച്ചന, സിഇഒയുടെ കേബിനിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അവളെ ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് ചുമ്മു ചോദിച്ചു. അശ്വിൻ സാറും അനിരുദ്ധ സാറും വന്നിട്ടുണ്ട്, ബാക്കി ആരെയും കണ്ടില്ലടാ. അവൾ ചുമ്മുവിന് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ നോട്ടം ചുമ്മുവിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന പങ്കുവിലേക്കായിരുന്നു എന്നത് മറ്റൊരു സത്യം. ഓക്കേടാ, എങ്കിൽ ശരി. അവളെയും കടന്ന് അവർ നേരെ സിഇഒയുടെ കേബിനിലേക്ക് കയറി ചെന്നു. എന്താണ് രണ്ടും കൂടി പതിവില്ലാതെ ഇതിനകത്ത്? ആ വലിയ ഓഫീസ് മുറിയിലെ യു ഷേപ്പ് ആകൃതിയിലുള്ള ഡെസ്കിന് നടുവിലായി ഇട്ടിരിക്കുന്ന എക്സിക്യൂട്ടീവ് ചെയറിലിരിക്കുന്ന സുമുഖനായ യുവാവ് അവരോട് ചോദിച്ചു. ടേബിളിന് അപ്പുറത്തായി കിടക്കുന്ന ചെയറിൽ ആ യുവാവിനോട് മുഖസാമ്യമുള്ള മറ്റൊരാളും ഇരിപ്പുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ സഹോദരന്മാർ എന്ന് തോന്നിപ്പോകും. നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഓഫീസിൽ തന്നെ വരണേ എന്ന രീതിയായി അച്ചുവേട്ടാ. ഒരേ മുറ്റത്താണ് താമസം എന്നൊക്കെ പറയുന്നത് തന്നെ ഇപ്പോൾ നാണക്കേടാ. ടേബിളിന് മുൻപിലായി കിടക്കുന്ന കസേരകളിൽ ഒന്നിലിരുന്നു കൊണ്ട് അവൾ അശ്വിനോട് മുഖം കറുപ്പിച്ചു. അവൾക്കരികിലായി പങ്കു ഇരുന്നു. എൻ്റെ പൊന്നു ചുമ്മു, നീ രാവിലെ വഴക്കം കൊണ്ട് ഇറങ്ങിയതാണോടി? ഇന്നലെ വൈകിട്ട് നിന്നോട് സംസാരിച്ച പിന്നെ നിന്റെ പ്രേതമായിരുന്നോ? അവൻ പെണ്ണിനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു. ഞാൻ അച്ചുവേട്ടൻ്റെ കാര്യമല്ല പറഞ്ഞേ, ഈ ഇരിക്കുന്ന അനുവേട്ടൻ്റെ കാര്യമാണ്. എത്ര നാളായെന്നറിയോ എന്നോടൊന്ന് മിണ്ടിയിട്ട്? ഇപ്പം പണ്ടത്തെ പോലല്ല, മുറ്റു ജാടയാണ്. അവൾ മുഖം കയറ്റി പിടിച്ചുകൊണ്ട് ലാപ്പിൽ തലപൂഴ്ത്തിയിരുന്നു കൊണ്ട് ചിരിക്കുന്ന അനിരുദ്ധിനെ ഒന്ന് പാളി നോക്കി. കായ്മടക്കി ഒന്ന് വെച്ച് തന്നാ ഉണ്ടല്ലോ പെണ്ണേ. അവൻ കപട ദേഷ്യം എടുത്തു. അതെ, തരുവോ വാങ്ങിക്കുകയോ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ.
അവൾ അനിരുദ്ധിൻ്റെ അരികിലേക്ക് ഇത്തിരി നീങ്ങിയിരുന്നു. എന്താടി, കണ്ടിട്ട് ഏതാണ്ട് എനിക്കിട്ടുള്ളത് ആ പണിയാണെന്ന് തോന്നുന്നല്ലോ. അവൻ ലാപ്പടച്ചു വെച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. തോന്നലല്ല, ആണ്. ചേട്ടച്ചാര് പറഞ്ഞറിഞ്ഞ് കാണുമായിരിക്കും. അമ്പുറ്റിയമ്മയുടെ വിളംബരം. അവൾ പകുതി ദേഷ്യത്തോടും പകുതി സങ്കടത്തോടും കൂടി അനിരുദ്ധിനോട് തിരക്കി. അറിഞ്ഞു, ഇന്നലെ രാവിലെ തന്നെ അറിഞ്ഞതാ. അവൻ ഇത്തിരി ആദിയോടെ പറഞ്ഞു. എന്നിട്ട് എന്താ തീരുമാനം? അച്ചമ്മയുടെ വായിച്ചെന്ന് ചാടിക്കൊടുക്കാനാണോ അനുവേട്ടൻ്റെ തീരുമാനം? പെട്ടെന്ന് പങ്കു അവരുടെ ഇടയിൽ കയറി ചോദിച്ചു. എൻ്റെ പൊന്നു പങ്കു, നീ എന്നെ കെട്ടുന്നതിന് മുൻപ് തന്നെ വിധവനാക്കല്ലേടാ. ഇവളെങ്ങാനും ഞാൻ കെട്ടിയാൽ എൻ്റെ കാർത്തൂന് വേറെ ആരാടാ ഉള്ളേ? അവളെങ്ങാനും ഇക്കാര്യം അറിഞ്ഞ എൻ്റെ പണിയും പോകും, ഇവിടെ പണിയും പോകും. അമ്മാതിരി മുതലാണ് ആ പെണ്ണ്. അനിരുദ്ധ് പകുതി കളിയായും പകുതി കാര്യായും പറഞ്ഞു. മേലേടത്ത് ഓഫീസിലെ തന്നെ എംപ്ലോയിയായ കാർത്തികയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. 3-4 വർഷങ്ങളായിട്ട് തുടങ്ങിയ പ്രണയമാണ്. ഇതുവരെയും ഇരുവരും വീട്ടിൽ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കാര്യം വീട്ടിലറിഞ്ഞാൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അച്ചമ്മ നടത്തി തരും. പിന്നെയും ചുമ്മൂനാണ് പ്രോബ്ലം. ഇനിയും കിടക്കുകയല്ലേ ബാക്കി 2 മുറച്ചെറുക്കന്മാരും കൂടി, വിപിനേട്ടനും കണ്ണേട്ടനും. അവരിൽ ആരെയും ഒരാളെ നോക്കാൻ പറയും. പങ്കു ആശങ്കയോടെ അശ്വിനെയും അനിരുദ്ധിനെയും നോക്കി പറഞ്ഞു. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ പിള്ളേരെ, ഇനി 6 മാസം കൂടി കിടക്കുമല്ലേ, അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി കാണാം. ഇപ്പോൾ മക്കൾ പോയി വല്ല ജോലിയും ചെയ്യാൻ നോക്ക്. ഇനി ഇവിടെ കയറി ഇങ്ങനെ ഇരുന്നിട്ട് വേണം നിങ്ങൾ മേലേടത്ത് വീട്ടിലാണെന്ന് ഇവിടെ ഉള്ളവരറിയാൻ. അറിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. സ്വന്തം ഐഡൻറ്റിറ്റി ആരും അറിയരുതെന്ന് നിങ്ങൾക്കല്ലായിരുന്നോ വലിയ ആഗ്രഹം? അനിയത് പറഞ്ഞതും അവനെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് രണ്ടും കൂടി ആ ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. എടാ, ഇങ്ങനൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ചുമ്മൂന് നല്ല ടെൻഷനുണ്ട്. അവർ ഇറങ്ങിപ്പോയതും അനി തൻ്റെ മനസ്സിലുള്ളത് സ്വന്തം ചേട്ടനോട് വിശദീകരിച്ചു. അറിയാം, ഇക്കാര്യത്തെക്കുറിച്ച് ഇന്ന് തന്നെ വിപിനോടും കൂടി നമുക്കൊന്ന് സംസാരിക്കണം. പിന്നെയുള്ളത് കണ്ണനല്ലേ, അവനോട് സംസാരിക്കുന്ന കാര്യമാണ് കഷ്ടം. അശ്വിൻ പറഞ്ഞു. അവനോട് സംസാരിക്കേണ്ടി വരുന്ന കാര്യമില്ലെന്നാ ഏട്ടാ തോന്നുന്നേ. നേരെ നോക്കിയ കീരിയും പാമ്പും പോലെ ഇവർ. അങ്ങനെയുള്ള ഒരാളെ കണ്ണം കെട്ടി കൂടെ പൊറുപ്പിക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അനിരുദ്ധ് തൻ്റെ മനസ്സിലുള്ള കാര്യം വ്യക്തമാക്കി. അതും ശരിയാ. ഒന്നാലോചിച്ചപ്പോൾ അച്ഛനും അത് തന്നെ തോന്നിയിരുന്നു. കണ്ണ, അമ്മ പറഞ്ഞതിനോട് നിന്റെ തീരുമാനം എന്താ? അത്താഴം വിളമ്പിക്കൊടുക്കുന്നതിനിടയിൽ മായ അവനോട് തിരക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് വൈകി വീട്ടിൽ വന്ന് കയറിയത് കൊണ്ട് തന്നെ വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം ആ സമയം കിടന്നിറങ്ങിയിരുന്നു. ഞാനെന്ത് തീരുമാനിക്കാൻ? അവൻ പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും കൂടാതെ തന്നെ അമ്മയോട് തിരക്കി. ചുമ്മുവിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചേ. അതിലിപ്പോൾ തീരുമാനം എടുക്കേണ്ടത് ചുമ്മു അല്ലേ? അതെന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? അവൻ കാലിയായ പ്ലേറ്റും എടുത്തുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് നടന്നു. അവളുടെ കാര്യത്തിൽ നിനക്ക് താല്പര്യമുണ്ടോ കണ്ണാ? മകൻ്റെ ഉള്ളിലുള്ളത് അറിയാൻ തീവ്രമായ ആഗ്രഹം ഉള്ളതുകൊണ്ടാവാം മായ അവൻ്റെ പിന്നാലെ തന്നെ നടന്നത്. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ വേറെ ആരെ കിട്ടിയാലും അവൾ എൻ്റെ പേര് പറയുമെന്ന്? ഞാനും അങ്ങനെ തന്നെയാണ്. സ്വന്തം ജീവിതത്തോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുള്ളവരാരേലും നരകത്തിലേക്കുള്ള ആജീവനാന്ത വിസ എടുക്കുമോ? കഴുകിയ പ്ലേറ്റ് അവിടെ കഴുകി വെച്ചിട്ട് അവൻ നേരെ സ്വന്തം മുറിയിലേക്ക് നടന്നു. മകൻ്റെ മറുപടിയിൽ സങ്കടം തോന്നിയ മായ പിന്നീടൊന്നും ഉരിയാടെ കിടക്കുവാനായി പോയി. ഇതുങ്ങൾക്ക് രാത്രി ഉറക്കമില്ലേ? തൊട്ടെതിർവശത്ത് നിന്നുള്ള മുറിയിൽ നിന്നും ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ് കണ്ണൻ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് കയറി ചെന്നത്. ആ മുറിയിലെ കാഴ്ച കണ്ടത് അവൻ ഒരു നിമിഷം അന്തം വിട്ടുപോയിരുന്നു. കട്ടിലിൽ കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇട്ടുകൊണ്ട് കിടക്കുന്ന പങ്കുവും ചുമ്മനും. അതും ബെഡിന് നടുവിലായി കുറുകെ കിടക്കുന്നു. കുറേ ഫയലുകളും പേപ്പറുകളും ഒക്കെ തറയിൽ അവിടെ ഇടയായി ചിന്നി ചിതറി കിടപ്പുണ്ട്. അതിൻ്റെയൊക്കെ കൂട്ടത്തിലാണ് സൗണ്ട് ബാറിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള പാട്ട്. സ്വയം ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് മാധവ് അകത്തേക്ക് കയറി പാട്ട് നിർത്തിവെച്ചു. തറയിൽ കിടക്കുന്ന ഫയലുകളെല്ലാം ഒരു മേശയുടെ മുകളിലായി എടുത്തു വെച്ചു. ആരെങ്കിലും എടുത്തോട്ട് പോയപ്പോലെ അറിയില്ല എന്ന വണ്ണം വായും പൊളിച്ച് കിടന്നുറങ്ങുന്നവരെ ഒരു വട്ടം കൂടി രൂക്ഷമായി നോക്കിയിട്ട് അവൻ വാതിൽ ചാരി പുറത്തേക്ക് നടന്നു. നേരെ മുറിയിൽ കയറി ബെഡിലേക്ക് അമർന്നപ്പോഴും അമ്മ ഇത്തിരി മുൻപ് ചോദിച്ച ചോദ്യമായിരുന്നു അവൻ്റെ മനസ്സിലപ്പോൾ നിറഞ്ഞു നിന്നത്. പുച്ഛത്തോടെ മനസ്സിലൊന്ന് ചിരിച്ചിട്ട് അവൻ കണ്ണുകൾ അടച്ചു. നീ എൻ്റെ ചുമ്മു, നിന്നെ എനിക്ക് വേണം. ഈ ഒരു സമയത്തിന് വേണ്ടിയാണ്
ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. 6 മാസം 6 മാസം കഴിഞ്ഞാൽ നീ ഈ ബെഡിൽ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായി ഉണ്ടാവണം. അതിപ്പോൾ ആരെയൊക്കെ എതിർത്തിട്ടായാലും, അത് സാക്ഷാൽ മേലിടത്ത് നാരായണീയമാണെങ്കിൽ പോലും. ഇരുട്ടുമുറിയിലെ കട്ടിലിൽ കിടക്കുമ്പോൾ ആ ഒരുവൻ്റെ മനസ്സ് നിറയെ ചുമ്മുവിൻ്റെ മുഖമായിരുന്നു. അവളുടെ ചിരിയായിരുന്നു. പിന്നെ പിന്നെ അവളുടെ നിറഞ്ഞതും കടഞ്ഞെടുത്തതുമായ ശരീരവടിവുമായിരുന്നു. മത്ത് പിടിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ ഓർമ്മ വന്നതും അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. എനിക്ക് വേണം നിന്നെ, അതിപ്പോൾ എത്ര വില കൊടുത്തിട്ടാണെങ്കിലും. അവൻ ചിരിച്ചു. അപ്പോൾ അടുത്ത പാട്ടിന് വേണ്ടി കാത്തിരിക്കൂ. നാളെ തന്നെ ഉടനെ ഉണ്ടാവും കേട്ടോ.